കിരണിന്റെയും കല്യാണിയുടെയും അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തില് കിരൺ മനോഹറിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ കിരണിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. മനോഹറിന് താൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു തന്നെ കൊണ്ട് പറ്റുമെങ്കിൽ താൻ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാന്നൊക്കെ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ചോദിച്ചു, എന്താ സാറേ ഇന്നും കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റിയില്ലേന്ന് ചോദിക്കുക. ആ സമയം മനോഹർ പറഞ്ഞു, നീ ഒന്ന് ക്ഷമിക്കടാ, കാരണം കുഞ്ഞിനെ കൊണ്ടുവരാന്ന് കരുതി ഞാൻ ഇരുന്ന, പക്ഷെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോരാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സരയോ ഇങ്ങോട്ട് വരുന്നേ. അപ്പം സരയോന് സാലറി കിട്ടിയ ദിവസമാണ്. അവൾക്ക് കുഞ്ഞിനെയും കൊണ്ട് പുറത്തൊക്കെ കറങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അവള് കുഞ്ഞിനെയും കൊണ്ട് പോയെന്ന് പറയാണ്. അത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, സാറ് വിഷമിക്കൊന്നും വേണ്ട, ഇനിയിപ്പം കുഞ്ഞിനെ കൊണ്ട് കാണിക്കൊന്നും വേണ്ട, സാറില്ല. ഇനി ഇതിന്റെ പേരിൽ സാറിനൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. സരുവിന്റെ സ്വഭാവം എനിക്കറിയാലോ. സാറിന് ഇപ്പൊ കുഞ്ഞിനെ എടുത്തോണ്ട് ഒന്ന് കാണിച്ചെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. അതുകൊണ്ട് സാർ ഇനിയിപ്പൊ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. സാറിന് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, എടാ എന്നാലും അതൊന്നും സാരമില്ല സാറേ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയണേ. കാരണം മനോഹറിന് അപ്പത്തേനും കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു. ആ സമയം കിരൺ പറഞ്ഞു, ഞാൻ എങ്ങനെയും അവളെ പാർക്കിലൊക്കെ കൊണ്ടാം എന്നൊക്കെ വിചാരിച്ച് ഒന്ന് പുറത്തു കൊണ്ടുവരാം. അങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞാണ് പോരാൻ ശ്രമിച്ചത്. പക്ഷെ സരിയോ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതാ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു പോയത്. അത് കേട്ടപ്പോ മനോഹർ പറഞ്ഞു, സാരമില്ല, സാറ് വിഷമിക്കാതെ പോയിക്കൊള്ളാനൊക്കെ പറയാണ്. മനോഹറിന്റെ മനസ്സിൽ ചില പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കിരൺ അങ്ങോട്ടേക്ക് പോയി. പിന്നീട് മനോഹർ അവിടുന്ന് രക്ഷപ്പെടുവാണ്. മനോഹറിന് കുറച്ച് ഭേദമായിട്ടുണ്ടായിരുന്നു. തന്റെ കുഞ്ഞിനെ കാണണമെന്നൊരു ഒറ്റ ചിന്ത മാത്രം മനോഹറിന്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ കുഞ്ഞിനെ കൊണ്ട് അവള് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നേരത്തെ പോകാനുള്ള ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക എന്നും ചിന്തിച്ചു. മനോഹർ അവിടുന്ന് രക്ഷപ്പെട്ട് നേരെ പാർക്കിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ ഇതൊന്നും കിരണ ആരുമൊട്ട് അറിയുന്നുണ്ടായിരുന്നില്ല രക്ഷപ്പെട്ട കാര്യമൊന്നും. ഈ സമയത്ത് സരിയോ കുഞ്ഞിനെ കൊണ്ട് കുറെ കടകളിലൊക്കെ കയറി കുഞ്ഞിന് കുറെ ഉടുപ്പുകളും കളിപ്പാട്ടവും ഒക്കെ വാങ്ങി. അപ്പൊ സാലറി കിട്ടിയ ദിവസമല്ലേ. അതിനുശേഷം പാർക്കിലേക്ക് വന്നു. പാർക്കിൽ കുഞ്ഞിനെ കളിക്കാനൊക്കെ വിട്ടു. എന്നിട്ട് സരയോടൊന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നേ. സരയോ ഇത് കണ്ടില്ല, പക്ഷെ കുഞ്ഞ് കണ്ടു. മോള് നോക്കിക്കഴിഞ്ഞപ്പോ അച്ഛനോട് വരുന്ന കണ്ടു. ആ സമയം മനോഹർ നോക്കിക്കഴിഞ്ഞപ്പോ സരയു ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായി. കുഞ്ഞ് കളിച്ച് ആ സൈഡിൽ വന്ന് നിൽക്കുന്നതും കണ്ടു പാർക്കില്. പെട്ടെന്ന് മനോഹർ ഒന്നും നോക്കിയില്ല, ഓടിപ്പോയി കുഞ്ഞിനെ എടുത്തോണ്ട് തിരിഞ്ഞോടുവാണ്. അപ്പോഴാണ് സരയു ആ കാഴ്ച കാണുന്നത്. തന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് മനോഹർ ഓടുന്നു. സരയു നിക്കടാന്നും പറഞ്ഞോണ്ട് പിന്നാലെ എന്നു. പക്ഷെ എങ്കില് മനോഹർ ഓടുപോയതേ. സരയുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഈ സമയത്താണ് ഹോസ്പിറ്റലിലുള്ള അവരൊക്കെ തിരിച്ചറിയുന്നത് മനോഹർ അവിടുന്ന് പോയെന്നുള്ള കാര്യം. ഇത് കണ്ടു കഴിഞ്ഞപ്പത്തിന് അവർക്ക് സഹിച്ചില്ല. കാരണം ഇതിനു മുമ്പ് ഗംഗാപ്രസാദ് പോയതിന്റെ ആ ഒരു ഇത് മാറി വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അടുത്ത ആളും കൂടെ ഹോസ്പിറ്റലിൽ ചാടിപ്പോയിരിക്കുന്നു. നാലുപാടും അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. സരയു ആകെപ്പട വല്ലാതായിപ്പോയി. സരയു പെട്ടെന്ന് തന്നെ കിരണിനെ വിളിക്കുകയാണ്. കിരണിനെ വിളിച്ചിട്ട് കാര്യം പറയണം. അവൻ എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു. കിരണ് വിശ്വസിക്കാൻ പറ്റിയില്ല. കിരൺ പിന്നീട് കല്യാണിയുടെ കാര്യം പറയണം. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, ഒരു പക്ഷെ അവൻ അവന്റെ കുഞ്ഞിനെ കാണാനായിട്ട് അതിയായ മോഹം കാണും, അതുകൊണ്ടായിരിക്കും അവൻ പുറത്തിയാടിയിട്ടുണ്ടായിരിക്കുക. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അവൻ ചെയ്തത് തെറ്റാ. കാരണം ഇനിയിപ്പം ഇതിന്റെ പേരിൽ അവൻ ഇനിയിപ്പം ഇതിനേക്കാളും വലിയ ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത്. അവന് കുഞ്ഞിനെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ അവന് എങ്ങനെയെങ്കിലും ഞാൻ കൊണ്ട കാണിച്ചാലും. ഞാൻ അവനോട് പറയുകയും ചെയ്താ, പക്ഷെ അവൻ പറഞ്ഞു വേണ്ട, ഇനി കൊണ്ട കാണിക്കണ്ട, അത് സാറിന് ബുദ്ധിമുട്ടാവുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാന്ന് തോന്നേ. കല്യാണി പറഞ്ഞു, അവന് കുഞ്ഞിനെ അത്രയ്ക്ക് സ്നേഹമാ, പക്ഷെ അധിക ദൂരം അവന് പോകാൻ പറ്റില്ല, കാരണം കുഞ്ഞ് കയ്യിലുള്ളതുകൊണ്ട്. ഇപ്പൊ തന്നെ സരയു ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും എന്ന് പറയാ. കിരൺ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീയും കൂടെ വാ കല്യാണി എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സരുവിന്റെ അടുത്തേക്ക് എന്നപ്പോ സരയു പറഞ്ഞു, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം, എന്റെ കുഞ്ഞിനെ അവന് കൊണ്ടുപോയി, എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നിങ്ങളോട് അവനെ എങ്ങനെയൊന്ന് കൊന്നു തരാനായിട്ട്. നിങ്ങൾ സമ്മതിച്ചോ? ഇപ്പൊ കണ്ടില്ലേ എന്റെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാ. അവനെ പോലെ ഒരു ദുഷ്ട എന്നെ കുഞ്ഞിനെ കൊണ്ട് പോയിട്ടുണ്ട്, എന്ത് ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുവാണ്. അങ്ങനെ ഒടുവില് അവർ അന്വേഷണം തുടങ്ങി. അങ്ങനെ പോലീസ് കംപ്ലൈന്റ് പോയി. അപ്പൊ അതില്ലെങ്കിൽ തന്നെ അവൻ ജയിലിൽ ചാടി എന്നുള്ള കാര്യം അറിഞ്ഞു. അതോടൊപ്പം തന്നെ കുഞ്ഞിനെയും കൂടെ തട്ടിക്കൊണ്ട് പോയെന്നുള്ള വിവരം അറിഞ്ഞു. നാലുപാടും അന്വേഷണം പോവാണ്. ഈ സമയത്ത് മനോഹർ തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുമായിരുന്നു. അവളെ ഒന്ന് കൊഞ്ചിക്കണമായിരുന്നു. കാണാതിരുന്നിട്ട് മനോഹറിന് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് അടുത്ത് കിട്ടാനും കൊഞ്ചിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ഒരു പണി ചെയ്തത്. ആ സമയം ശാരി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് ശാരിക്കും ടെൻഷനായിപ്പോയി. ആ സമയം ചന്ദ്രസേനൻ അങ്ങോട്ട് വന്നു. ചന്ദ്രസേനൻ വന്നു കഴിഞ്ഞപ്പത്തിന് ശാരി പറഞ്ഞു, സാറേ എങ്ങനെയെങ്കിലും എന്റെ
പിന്നെ മോളുടെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കണം, അവന്റെ കൈ കിട്ടിയിട്ടുണ്ട് എന്താവും അറിയത്തില്ല, വിൽക്കാൻ പോലും മടിക്കാത്തവൻ അവൻ അത്രയ്ക്കൊരു ദുഷ്ടനാന്ന് പറഞ്ഞു. ആ സമയം ചന്ദ്രസേനൻ പറഞ്ഞു, അങ്ങനെ അധിക ദിവസമൊന്നും അവനെ ഒളിവിൽ പോയി കഴിയാൻ പറ്റില്ല, കാരണം കുഞ്ഞു കൂടെ ഉണ്ടല്ലോ. സാറിന് അറിയത്തില്ലാത്തോണ്ടാ അവൻ ഏത് മാർഗവും ശരിക്കും എന്ത് വെള്ളം ചെയ്യാനായിട്ട് അവൻ തയ്യാറാവുന്നവനാ. അതുകൊണ്ട് കുഞ്ഞിനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് പറഞ്ഞു. രൂപയ്ക്കൊക്കെ നല്ല സങ്കടമായിരുന്നു, കാരണം രൂപ ചന്ദ്രസേനൊക്കെ അല്ല ആയിരുന്നല്ലോ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. അവർക്കും ഭയങ്കര വിഷമമാണ് കൺമണി മോളുടെ കാര്യം ഓർത്തിട്ട് തന്നെ. ഒടുവില് മനോഹർ എന്ത് ചെയ്തു, മനോഹർ കുഞ്ഞിനെ തിരികെ കൊടുക്കുന്നുണ്ട്. കുഞ്ഞിനെ വീടിന്റെ അവിടെ കൊണ്ടേ വെച്ചിട്ട് അവൻ പോയി. രാത്രിയായി കഴിഞ്ഞ സമയത്ത് ആരും ഇല്ലാത്ത സമയത്ത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വന്ന് കഥ തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞവിടെ ഉണ്ട്. അപ്പൊ മനോഹറെ കൊണ്ടേ വെച്ചെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം മനോഹറിന് അവിടെ ഒന്ന് അടുത്ത് കിട്ടണം, കുഞ്ചിക്കണം എന്നൊക്കെ ഒരു നോക്ക് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകണമെന്നും അങ്ങനെ ഒരു ചിന്തയൊന്നും അവന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും സരയുവിന് പകുതി സമാധാനമാവുകയും ചെയ്തു. എന്നാലും അവൻ രക്ഷപ്പെട്ടു, അവൻ എങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ. എങ്ങനെയെങ്കിലും അവനെ പിടികൂടാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ ഒടുവിൽ മനോഹർ എന്ത് ചെയ്തു, തന്റെ കുഞ്ഞിനെ കണ്ടല്ലോ, അങ്ങനെ മനോഹർ തന്നെ വീണ്ടും ജയിലിലേക്ക് ചെന്ന് കീഴടങ്ങുവാണ്. കാരണം അവൻ അവന്റെ കുഞ്ഞിനെ കാണണമെന്ന് മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും ജയിലിൽ ചാടി പോണെന്ന് അങ്ങനെ ഒരു ചിന്തയൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല. തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പറ്റിയല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് അവൻ വിചാരിച്ചുകൊണ്ടിരുന്നേ. അവന്റെ പഴയ സ്വഭാവത്തിനൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്തു, അമലുവിൽ നിന്ന് കുറെ വിദ്യകളൊക്കെ പഠിച്ചെടുക്കുന്നുണ്ട്, അമ്പെയ്ത്ത് വിദ്യയും കാര്യങ്ങളൊക്കെ. അതൊക്കെ പഠിക്കുവാണെങ്കിൽ കിരണിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവനെ കൺമുന്നിൽ കിട്ടണം, അവനെ തീർക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ വിദ്യകളും കാര്യങ്ങളൊക്കെ. അപ്പം അവര് വനവാസികളായതുകൊണ്ട് അവർക്കെല്ലാം അറിയാം എങ്ങനെ രക്ഷപ്പെടണമെന്നും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ആ വിദ്യകളൊക്കെ അമലുവിനോട് ചോദിച്ച് മനസ്സിലാക്കുവാണ്. വളരെ പെട്ടെന്ന് തന്നെ ഗംഗാപ്രസാദ് അതൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അമലുവിന് അത്ഭുതം തോന്നി, ഇത്ര പെട്ടെന്ന് വിനായകൻ ചേട്ടൻ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അമലു പ്രശംസിക്കുകയും ചെയ്തു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. കാരണം വിനായകന് ഇതിനേക്കാളും വലിയൊരു ഫ്രോഡാന്നുള്ള കാര്യം അമലുവിനെ അറിയത്തുണ്ടായിരുന്നില്ല. അവന് കത്തിയറും കാര്യങ്ങളൊക്കെ നല്ല വശം ഉണ്ടായിരുന്നു താനും. അപ്പൊ അതോടൊപ്പം തന്നെ അമ്പെയ്ത്ത് വിദ്യ ശീലമാക്കുവാണ്. അങ്ങനെ അതൊക്കെ പഠിച്ചെടുത്തു. പക്ഷെ ഇതൊന്നും വേലുവിനൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വേലുവിന് മനസ്സിലായി ഇപ്പം പക്ക ഒരു ക്രിമിനലാണ്. കാരണം അവന്റെ ഓരോ പ്രവൃത്തികളും കണ്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാവും. പക്ഷെ അമലുവിന് മാത്രം അത് മനസ്സിലായില്ല. കാരണം അമലുവിന് ഭയങ്കര സ്നേഹമാണല്ലോ, പ്രണയമാണ് അവനോട്. ഇപ്പൊ വേലുവിനെ കാണുന്ന പോലും അമലുവിന് ഒരു പുച്ഛമാണ്. കാരണം എപ്പോ നോക്കിയാലും ഗംഗാപ്രസാദിന്റെ കൂടെ തന്നെയാ. വേലുവിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. വേലുവിന് തന്റെ സങ്കടം ആരോട് പറയണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ഒരു വേള വേലു ആലോചിച്ചു, ഫോറസ്റ്റുകാരോട് പറഞ്ഞാലോ ഇവനെ പോലെ ഒരുത്തിന് ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർ ഈ പറയുന്ന ഇയാളുടെ കൂട്ടാളികളാണെങ്കിൽ ഒരു പക്ഷെ അതും കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനും പോയില്ല. പക്ഷെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇവനിട്ട് പണി കൊടുക്കണം തന്നെ വിചാരിക്കുകയാണ്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കല്യാണി വീണ്ടും ചില സ്വപ്നങ്ങളൊക്കെ കാണുവാണ്. ഗംഗാപ്രസാദ് ജീവിച്ചിരിപ്പണമെന്ന രീതിയിൽ സ്വപ്നങ്ങൾ കാണുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി കിരണിനോട് പറഞ്ഞു, കിരണേട്ടാ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എന്താ ഏതാണെന്നും അറിയത്തില്ല. കാർത്തിയേച്ചിയുടെ കല്യാണം അടുത്ത് വരുമല്ലേ. അപ്പൊ കാർത്തിയുടെ കല്യാണത്തിന് കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂ. എന്തോ അവൻ ജീവിച്ചിരിപ്പണമെന്നൊക്കെ എന്റെ മനസ്സിൽ തോന്നുന്നതെന്നൊക്കെ പറയുവാണ്. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പണ്ടേ വന്നേനം. എനിക്ക് പേടിയുണ്ട് കിരണേട്ടാ, കാർത്തിയേച്ചിയുടെ കല്യാണത്തിന് ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഞാൻ അമ്മയെ സ്വപ്നം കണ്ട് രാത്രിയില്, അതുകൊണ്ടാണ് എനിക്ക് നല്ല പേടിയാന്നൊക്കെ പറയണം. ഒടുവിൽ കിരൺ ഒരു കാര്യം തീരുമാനിച്ചു, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ കണ്ടെത്തുക തന്നെ ചെയ്യണം. അവൻ ജീവിച്ചിരിപ്പുണ്ടോന്നും ഉറപ്പൊന്നുമില്ല, പക്ഷെ ഒന്നുകൂടെ ആ കാട്ടിൽ നിന്ന് പോയി തെരഞ്ഞാലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ കിരൺ വീണ്ടും എന്ത് ചെയ്യണം, കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. ഒറ്റയ്ക്ക് പോയി അവിടെ നോക്കാം, അവിടെ നോക്കി അവിടെ അവനുണ്ടോ ഇല്ലെന്ന് ഒന്നുകൂടെ ഉറപ്പാക്കാം. ഒരു പക്ഷെ അവിടെ എവിടെയെങ്കിലും അവനുണ്ടെങ്കിലോ, അന്ന് മരിച്ചിട്ടില്ലായിരുന്നെങ്കിലോ അവന്റെ ബോഡിയൊന്നും കിട്ടിയിട്ടില്ല മരിച്ചെന്ന് ഉറപ്പ് വരുത്താനായിട്ട്. അപ്പൊ ചിലപ്പോൾ അവൻ ജീവനോടെ ഉണ്ടോ എന്ന് പറയാനും പറ്റില്ലോ. അങ്ങനെ കിരൺ കാട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഗംഗാപ്രസാദ് അമ്പെയ്ത്ത് വിദ്യയും കാര്യങ്ങളൊക്കെ പരിശീലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗംഗാപ്രസാദ് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു കാലപ്പെരുമാറ്റം കേൾക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവനെ കിരണാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് എന്ത് ചെയ്തു, ഒട്ടും മടിച്ചില്ല. അവനെ നേരെ ആക്രമിക്കാണ്ട് ചെല്ലുവാണ്. അവനപ്പം നേർക്ക് നേരെ ആക്രമിക്കാൻ പറ്റില്ലല്ലോ. പതുങ്ങി നിന്നു. അവന്റെ കയ്യിൽ അമ്പും വില്ലും ഉണ്ടായിരുന്നു. അത് വെച്ച് എയ്യുവാണ്. കൃത്യ കിരണിന്റെ നെഞ്ചത്ത് തന്നെ ചെന്ന് കൊള്ളുവാണ്. കിരൺ ആ അമ്പ് കൊണ്ട് നിലത്തേക്ക് വീഴുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോ എന്തായി തീരുന്ന നടത്തില്ല. ഇതൊരു പക്ഷേങ്കില് ഗംഗാപ്രസാദിന്റെ സ്വപ്നമാണെന്നും പറയാൻ പറ്റില്ല. ചിലപ്പം അമ്പ് കൊണ്ട് കിരൺ വീഴുന്നേ. കാരണം അമ്പെയ്ത്തൊക്കെ പരിശീലിച്ചു കഴിയുമ്പോൾ അവന് മനസ്സിൽ ആഗ്രഹമുണ്ട് അവന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് കിരണിനെ വീഴിക്കണം എന്നുള്ളത്. മിക്കവാറും അത് സ്വപ്നമാകാനാണ് ചാൻസ്. അല്ലാതെ ഒരു കാരണവശാലും കിരണിന് ഒന്നും സംഭവിക്കില്ല. കിരണ്
അമ്പ് കൊണ്ട് മരിക്കാനും പോകുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.